ഈ കടൻ്റെ പരസ്യം കൂടി ചെയ്യുന്നതിന് കേട്ടോ. അപ്പോൾ ഞാൻ വരുന്നതിന് കണ്ടോ, ഇതാണ് നമ്മളുടെ മുതലാളി ബാബു ചേട്ടൻ. കണ്ടാ പഴയ ക്ലോക്ക് 6 മണി. ഇതാണ് നമ്മളുടെ എന്ത് പി പി ആണ്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തോ ഒരു പി പി ആണ്. ഇത് വാള്, ഇതൊക്കെ പഴയ സാധനങ്ങളാണ്. നടക്കണ്ടല്ലേ വാച്ചക്ക. അയ്യോ, ഞാൻ ഇപ്പോൾ ഇതേ കൂടി ആൾക്കാർ പോണത് പഠിച്ചോനെ. ഭരണിയാ, കുപ്പിയാ, എല്ലാം പുതിയ വസ്തുക്കളാണ്. അല്ല ഇതെന്താണ് അത്ഭുത കുടങ്ങാണ് നെഞ്ചത്തേക്ക് ഇല്ലേ എൻ്റെ പൊന്നേ. ബൾബുകൾ, ഫയലുകൾ, പഴയ ആൾക്കാരുടെ ഫയലുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അയ്യോ ഇതേ കുടിച്ചാടാം. കണ്ടാ നമ്മളുടെ ബാബു ചേട്ടൻ്റെ കടയും കൂടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ബാബു ചേട്ടൻ്റെ കടയും എടുത്തു. ഇനി എവിടെ ചെന്നാലും ഗണപതിയും ഇതൊക്കെയാണ് കൂടുതൽ ഇവിടെ കാണാനുള്ളത് കേട്ടോ. എന്താ എന്ത് രസമല്ലേ. എന്തേ സുഖല്ലേ. ഇതെന്തിങ്ങനെ തിരിഞ്ഞിരിക്കണം, മര്യാദക്കൊക്കെ ഇരുന്നൂടെ. മര്യാദക്ക് ഇരുന്നേ, മര്യാദക്ക് ഇരിക്കും. ഇതെന്തിങ്ങനെ തിരിഞ്ഞിരിക്കണം, കാണാൻ വേണ്ടിയിട്ടാണോ. ഇത് പഴയകാല കണ്ണാട. അയ്യോ മിറർ, സോറി തെറ്റിപ്പോയി. ഇതെന്താ ഇതിന്റെ പേരെന്താണ്? കൃഷ്ണനത് ഇങ്ങനത്തെ കളർ. കറുത്തു. ഞാനെപ്പോഴും നീലകൃഷ്ണനാണ് കാണുന്നത്. ഇന്ന് കറുത്തു പോയി കൃഷ്ണൻ, സോറി. ഇത് കൃഷ്ണനുണ്ടോ? ഇതിപ്പോ യൂട്യൂബിൽ വരും. ഇത് നാഗവല്ലിൻ്റെ ചിലങ്കയാണെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഇവരിവിടെ കൊണ്ടുവന്നിട്ടേക്കണത് കണ്ടാ വിചാരിക്കും നാഗവല്ലിൻ്റെ ചിലങ്കയാണെന്ന്. ഒരിക്കലല്ല, നാഗവല്ലിൻ്റെ ചിലങ്കയല്ല. എന്തോ ഒരു ഭംഗി നോക്കിക്കേ. പഴയകാല റേഡിയോകളാണ് ഇവിടെ ഇരിക്കണം. ഈ ചേട്ടനൊരു പഴയകാല ഫോണറായതുകൊണ്ടായിരിക്കും അല്ലേ. ആണ് 42 വർഷത്തെ കടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പഴയകാല ഷോപ്പാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എല്ലാം റേഡിയോ ഒക്കെ പഴയത്. അപ്പോൾ മട്ടാഞ്ചേരിയിൽ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ കടയിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ്. കണ്ടാ. അപ്പോൾ എല്ലാവരോടും ഇവിടെ വരിക. ചേട്ടൻ്റെ കട 42 വർഷമായി. കണ്ടാ, പഴയ റേഡിയോളാണ്. എനിക്ക് 1, 2, 3